ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ആന്തൂറിയം നമ്മൾ ഓൺലൈനിൽ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് നടണം. അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ആന്തൂറിയം ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് പൊട്ടിമുളച്ച് വന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ബോഗെയിൻവില്ലയും ഓർക്കിഡും അതായത് മെയിൻ്റനൻസ് കുറഞ്ഞ ചെടികളിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരാനുള്ളൊരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കഴിഞ്ഞ മാസം നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിലാണ് പോയത്. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് എവിടെയാണ് ആ വീടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പോകുമ്പോൾ നമ്മളിങ്ങനെ മുകളിലിരുന്നിട്ടാണല്ലോ, ഒരു ലെവലുണ്ടല്ലോ, കാറിൽ പോണ പോലെയല്ല ബസ്സിലിരിക്കുമ്പോൾ. അപ്പോൾ ഒരു വീട്ടിൽ നിറയെ ആന്തൂറിയം അങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ അതായത് മാവിൻ്റെ ചോട്ടിലാണ് അവരുടെ ആന്തൂറിയം ഇരിക്കണത്, ചെടിച്ചട്ടികൾ ഇരിക്കണത്. നല്ല റെഡ് പോട്ടിൽ ഇങ്ങനെ എന്താ പറയുക, നല്ല വലിയ പോട്ടുകളിൽ നല്ല വലിയ ചെടികൾ. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ പഴക്കമുള്ള ചെടികളാണ്. നല്ല ഗ്രീനായിട്ട്, അതായത് അധികം വെയിലൊന്നും കിട്ടില്ല, നല്ല ഗ്രീനായിട്ട് ഇങ്ങനെ ചുമപ്പ പൂക്കൾ നിറയെ. ഒരു ചെടിയുമൊക്കെ 3, 4, 5 പൂക്കൾ ഉള്ള, അങ്ങനെ പെട്ടെന്ന് നമ്മളാ കണ്ണെത്തും. അതും അത്ര അടുപ്പിച്ചൊന്നുമല്ല വെച്ചിങ്ങനെ അകലെ വെച്ചിട്ട്, അതായത് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക കാഴ്ച ഇങ്ങനെ എന്താ പറയുക മനസ്സിലിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയതാണ് ആന്തൂറിയത്തിനോടൊരു ഇത്. പക്ഷെ മുന്നേ നമ്മളതിൽ ഉണ്ടായിരുന്നു ആന്തൂറിയം. മുന്നത്തെ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അതിന് മുന്നാണോന്ന് അറിയില്ല, പക്ഷെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാനിങ്ങനെ വലിയ കാര്യമായി കെയർ ചെയ്യാതെയാണോ എന്നറിയില്ല. അപ്പോൾ 3, 4 കടയൊക്കെ ഉള്ളൂ എൻ്റെ അടുത്ത്. പക്ഷെ അതും റെഡല്ല, ഒരു പിങ്കും വൈറ്റും ഒക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ അത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ബാക്കിലത്തെ നമ്മുടെ കൃഷിപ്പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് വേണം നമ്മൾക്ക് ഫ്രണ്ടിൽ. കാരണം നമുക്ക് കുറച്ച് നിസ്സാര പണിയിലല്ലോ, പോട്ടി മിക്സും ചട്ടിയും അങ്ങനെ കുറേ അത് വെക്കാനുള്ള സെറ്റപ്പും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നോക്കിയിട്ട് വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓൺലൈനിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു, ഇങ്ങനെ ഓൺലൈൻ സെയിൽ നടത്തുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരു 2-3 പേരെയൊക്കെ കിട്ടി ഓൺലൈൻ സെയിൽ ചെയ്യണത്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കുറേ വീഡിയോസ് കണ്ടു നോക്കി. അപ്പോൾ അതിൽ ഒരു വീഡിയോ ടിപ്സ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി. അപ്പോൾ അതിൻ്റെ എനിക്ക് കുറച്ച് ജെനുവിനായിട്ട് തോന്നി, കുറച്ച് ഇതൊക്കെ. പക്ഷേ ജെനുവിനായി എന്ന് വെച്ചാൽ എല്ലാവരും ജെനുവിൻ തന്നെയാട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ, ചിലവരെ നമ്മൾക്ക് സംസാര രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. കുറച്ച് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ കാണണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ മില്ലി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ചട്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടല്ലോ, ഈ ചട്ടിയുടെ ഉള്ളിൽ ഈ മില്ലിയാണെങ്കിലും ചക്കിയാണെങ്കിലും ചട്ടിയുടെ അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്. ചട്ടിയിൽ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇവരപ്പം മാന്തും. കാരണം അകത്താണ് ഏറ്റവും പ്രശ്നം. ഈ മില്ലി ചെറുതായിരിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അകത്ത് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ വിൻഡോൻ്റെ സില്ലിലാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ചാടി കയറാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പോട്ടിൻ്റെ മുകളിൽ തന്നെ മറ്റേ ക്ലേ ബോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം മണ്ണ് ഇങ്ങനെ പുറത്ത് എക്സ്പോസ്ഡ് ആയി കാണാണ്ടിരിക്കാനൊക്കെ. അതൊക്കെ തട്ടി കളിക്കും. ചെറുതായിരുന്നപ്പോഴും ഇപ്പോഴും അതായിട്ടാ, അതൊക്കെ തട്ടി മറിച്ചിടും. ആ കല്ലുകൾ അത് താഴെ തട്ടി കളിക്കും. കുക്കിയാണെങ്കിലും മില്ലിയാണെങ്കിലും എല്ലാവരും കൂടെ. അതൊക്കെ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാം. പക്ഷേ ഉണ്ടല്ലോ, മില്ലി ചെറുതായിരുന്നപ്പോൾ ഇവരെന്തായെന്ന് അറിയോ, അതിൽ മാന്തിയിട്ട് അതിൽ അപ്പിട്ട് വയ്ക്കും. ചിലപ്പോൾ അതിൽ മാന്തിയിട്ട് മൂത്രം ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കറിയില്ല അത് എവിടെ നിന്നാ സ്മെല്ല് വരണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇതാണ് സംഭവം. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ചക്കിയാണെങ്കിൽ ഇപ്പോൾ പക്ഷേ മില്ലി അങ്ങനെയൊന്നല്ല കേട്ടോ. ഇപ്പം മില്ലി നല്ല കുട്ടിയാണ്, സൂപ്പർ തറവാടി കുട്ടിയാണ്. നല്ല എന്താ പറയുക, കറക്റ്റ് അവൾക്ക് സ്പോട്ടുണ്ട്, അത് അവിടെ മാത്രമേ അവൾ ചെയ്യുള്ളൂ. അങ്ങനെ വലിയ പെണ്ണായില്ലോ. പക്ഷെ ചക്കി ഭയങ്കര കുറുമ്പത്തെന്ന് വെച്ചാൽ കുറേ കളത്തരങ്ങളുണ്ട്. അവളുടെ ഇടയ്ക്കൊക്കെ എന്താ പറയുക, വീടിൻ്റെ മൂലക്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ച് വയ്ക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വളർത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണിയുണ്ട്. പ്രത്യേകിച്ച് ഈ അകത്ത് ഇട്ട് വളർത്തുന്ന പെറ്റ്സൊക്കെ ഉണ്ടല്ലോ, എളുപ്പമല്ല. നമുക്ക് നന്നായി ചില സമയത്ത് നല്ല പണി കിട്ടും നമുക്ക്. കാരണം നമുക്ക് തിരക്കുള്ള സമയത്താവും, പക്ഷേ നല്ല പണി തരും. നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളവരെ ഇഷ്ടത്തോടു കൂടെ വളർത്തണതല്ലേ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനൊന്നുമില്ല അവർക്ക്. ഇവരെ നമ്മൾ രാവിലെ അഴിച്ചിടണു, അവരെ എങ്ങോട്ടൊക്കെയോ പോകണു. പൂച്ചകളെയാണ് പറയണത് കേട്ടോ. കുക്കിനെ ഗേറ്റ് കടത്തി വിടാറില്ല, ടെഡീനെ പുറത്ത് വിടാറില്ല. പക്ഷെ പൂച്ചകൾ പേർഷ്യൻ ക്യാറ്റ് ആണെങ്കിൽ കൂടി നമ്മളങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, അഴിച്ചുവിടും. അവർ പോയിട്ട് എപ്പോഴെങ്കിലും വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർ മതിൽ വിട്ട് അങ്ങനെ വല്ലാതെ ഒന്നും പുറത്തേക്കൊന്നും പോകുന്നില്ല. വൈകിട്ട് വരും. വൈകിട്ട് എങ്ങനെയായാലും അവരുടെ സ്ഥലത്ത് വന്നിട്ട് തന്നെയാണ് കിടക്കുക. അവർ കിടന്നുറങ്ങും.
അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ നമ്മളുടെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ചില പണികൾ ചിലപ്പോൾ ഒക്കെ കിട്ടും. അത് നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് അവരെത്ര അധികം റിലാക്സാക്ഷനാണ് തരുന്നത് നമുക്കത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഉണ്ടല്ലോ വീട്ടിൽ ഇപ്പം അമ്മമാരല്ലേ നമ്മൾ നല്ല ബഹളം പിള്ളേരെയൊക്കെ നല്ല ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ, അതായത് അവർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് നല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഈ പൂച്ചകളാണെങ്കിലും പൂച്ചക്കുട്ടിയാണെങ്കിലും ഇപ്പോൾ ചക്കിയാണെങ്കിലും മില്ലിയാണെങ്കിലും കൂക്കിയാണെങ്കിലും നമ്മളുടെ കാലിൻ്റെ അടുത്ത് ചക്കി മില്ലിയൊക്കെ ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവും മിയാവെന്നൊക്കെ വയ്ക്കും. കുക്കിയാണെങ്കിൽ വരും നമ്മളെ കടിക്കും നക്കും കാലുമേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്ര ദേഷ്യത്തിലിരിക്കുകയാണെങ്കിലും എൻ്റെ ഒരു ഇത് പറയണം. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ മില്ലി, എന്താ ചക്കി, എന്താ കുക്കി എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ആ മൈൻഡ് ഉണ്ടല്ലോ നമുക്ക് അത്രയും ദേഷ്യത്തിലിരിക്കണം. ഇവരോട് നമ്മൾ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുക, അല്ലാണ്ട് അവരോട് എന്തിനാ അങ്ങനെ നമുക്ക് ചോദിക്കാനേ തോന്നില്ല. അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം കാണിക്കാൻ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് അങ്ങനെ ആയി പോവും നമ്മൾ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എത്ര പെട്ടെന്നാണ് എൻ്റെ ദേഷ്യം പെട്ടെന്ന് അങ്ങനെ ആയി വരുന്നത്. പിള്ളേരെന്നല്ല എന്തൊരു സ്ട്രെസ്സാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചേട്ടായിയുടെ അടുത്ത് കുറച്ച് തല്ലൂട്ടുണ്ടാക്കിയതാണെങ്കിലും വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ടെൻഷനാണെങ്കിലും ഇവരുടെ ഒരു ചെറിയൊരു ഇതുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക മൈൻഡിന് ഭയങ്കര ഒരു സന്തോഷവും നമ്മൾ ആ സ്ട്രെസ് ഒന്നും റിലീസാവും ഇപ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ പെറ്റ്സിലേക്ക് എങ്ങനെയൊക്കെയോ വഴുതി വീണു. ഓക്കെ, അപ്പോൾ പറ്റണവരൊക്കെ പെറ്റ്സിനെ ഒക്കെ വളർത്തണം. ഒരാൾ മതി, ഒരാൾ തന്നെ മതി. ഇതിപ്പോൾ എനിക്ക് കൂടുതലാണ് ആക്ച്വലി, നമുക്ക് എത്തണില്ല സത്യം പറയുകയാണെങ്കിൽ. എന്നാലും അതൊരു രസമാണ്, അത് ആ സൈഡിൽ കൂടെ അങ്ങനെ പോകും. ഇനി നമുക്ക് ചെടിയിലേക്ക് വരാം. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് നമുക്കിത് ഓൺലൈനിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടിപ്സ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ഫ്രഷായിട്ട്, അതായത് 3-4 ദിവസമായിട്ട് എങ്ങനെയായാലും പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. ശരിക്കും തുറന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഇപ്പം തന്നെ പൊതിഞ്ഞ് വെച്ച പോലെ അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും കാണാം, കാരണം ഇന്നലെ വൈകിട്ട് കിട്ടി. അപ്പോൾ ഞാനത് ജസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെ തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വൈകിട്ട് ഇനി ഒരു ദിവസം കൂടെ അങ്ങനെ അടഞ്ഞിരിക്കണ്ടല്ലോ വെച്ചിട്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടികളായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് ഡബിൾ ഷൂട്ടാണെങ്കിൽ 300 രൂപയും ഒരെണ്ണത്തിന്, സിംഗിൾ ഷൂട്ടാണെങ്കിൽ 150. അങ്ങനെയാണ് അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ഷൂട്ടൊന്നും വാങ്ങിച്ചില്ല, കാരണം 300 രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ 6 എണ്ണമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 എണ്ണമൊക്കെ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ 300-150 എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കോംബോ ഓഫറിലൊക്കെ സാധാരണ കിട്ടാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് കിട്ടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രക്ഷയില്ല, കോംബോ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 6 എണ്ണത്തിൽ ഒതുക്കി. പിന്നെ സിംഗിൾ ഷൂട്ട് വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ചു ചെറുത് വാങ്ങിച്ചാൽ മതി, എന്നിട്ട് വളർത്തി വലുതാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ സിംഗിൾ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ശോചനീയമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സിംഗിൾ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നില്ല, അത്യാവശ്യം നല്ല പ്ലാന്റാണ്. പിന്നെ ഓരോ പ്ലാന്റുകളിലും 2-3 പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതത്ര മോശമല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി പ്ലാന്റ്സ് ഒരു മിനിയേച്ചർ ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. അത് അത്ര ഇനി വലുതാവാണ്ടാണോ മീൻസ് അവരുടെ ചെറിയ പ്ലാന്റ് ആണോ എന്നറിയില്ല, അത് കാരണമാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ മിനിയേച്ചറാണോ അങ്ങനെയൊന്നും ചോദിച്ചില്ല. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു, വാങ്ങിക്കുക ചുമപ്പ് ആന്തൂറിയം, അത് മാത്രമായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കണത്. അത് ഞാൻ സ്ഥിരം ചെയ്യണ പരിപാടിയാണ്. ഒരു കാര്യം എന്താ പറയുക, മുന്നേ ഫുൾ കാര്യങ്ങളൊന്നും അറിയാതെ പോയി ചാടും, അത് കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അത് അങ്ങനെ സ്ഥിരമായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സാഫാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെടി എങ്ങനെയാണ് നടേണ്ട കാര്യം ഇതുവരെ പറഞ്ഞില്ല, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൺചട്ടിയാണ് പ്രിഫർ ചെയ്യണത്. കാരണം നമുക്കറിയാം മൺചട്ടിയിലാണ് ഈ ആന്തൂറിയ ആണെങ്കിലും ഓർക്കിഡ് ആണെങ്കിലും എല്ലാവർക്കും അവർക്ക് ചെടികൾക്ക് എന്താ പറയുക ഇഷ്ടമുണ്ടാവുക. കാരണം ആ ഒരു തണവ് മൺചട്ടിയിൽ നന്നായി നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മൺചട്ടിയിൽ തന്നെ നടാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഓർക്കിഡ് മൺചട്ടിയിൽ ആക്കിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ചുമന്ന പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെയൊക്കെ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇവിടെ വീട് വെച്ചപ്പോഴും ഇപ്പോൾ നമ്മൾ വന്ന് ഇപ്പോൾ ഈ ചെടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു 3-3.5 വർഷം തൊട്ടാണെങ്കിലും വീട് വെച്ചപ്പോൾ ആ സമയത്ത് തൊട്ടാണെങ്കിലും നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഡിസൈൻ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അപ്പോൾ എല്ലാതും
എന്ത് ഞാൻ വാങ്ങിക്കണില്ല, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും ഇവിടെ വാങ്ങിക്കും, വെക്കേഷന് വരുമ്പോൾ വാങ്ങിക്കണതാണെങ്കിലും ഇവിടെ ആണെങ്കിലും എന്ത് ഹോം ഡെക്കോർ ഐറ്റം ആയാലും എങ്ങനെയാണെങ്കിലും ആ ഒരു തീമിന് മാച്ച് ചെയ്യണ പോലെയാണ് വാങ്ങിക്കുക. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈവൻ ചെടിച്ചട്ടി ചെടികൾ വെച്ച് തുടങ്ങിയപ്പോഴും നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചട്ടിയാണ് മാക്സിമം ഞാൻ വാങ്ങിക്കുള്ളൂ. ബ്ലാക്ക് പോലും ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യില്ല, വൈറ്റ് ചട്ടി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയായാലും എല്ലാതും ഈ പ്ലാസ്റ്റിക് ചട്ടിയിൽ ബ്ലാക്ക് ചട്ടിയിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ഞാൻ മാറ്റി വൈറ്റ് ചട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്, അതിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഈ ചട്ടികൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൻ്റെ. അത് മാത്രമല്ല പെട്ടെന്ന് പ്ലാസ്റ്റിക് അല്ലേ പെട്ടെന്ന് അത് കേട് വരും, ചെളിയാവുക ഒക്കെ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ഇട്ടിട്ട് കുറേയൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ കഴിഞ്ഞ മാസമാണ് ഒരു വലിയ ചാക്ക് ഇതുപോലെ നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പൊട്ടിയതും ഉണ്ടായിരുന്നു പൊട്ടാത്തതും. അങ്ങനെ അത് ഞാൻ ഇവിടെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിക്ക് അത് ഞാൻ നോക്കിയോ ഇല്ലേ, ഞാൻ കുറേ നാളുകൾ മുന്നേ ഇങ്ങനെ കൊണ്ടിട്ട് കൂട്ടിയതായിരുന്നു, കൂട്ടി വെച്ചതായിരുന്നു. അതിൽ എന്തൊക്കെയുണ്ട്, നല്ലതുണ്ടോ, എന്തായാലും ബ്ലാക്ക് മാത്രമുള്ളൂ എന്ന് എനിക്കറിയാം, ഒക്കെ ഞാൻ കൊടുത്തു വിടുക ചെയ്തത്, അങ്ങനെ ഒഴിവാക്കുക ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾക്ക് മൺചട്ടി ആണെങ്കിൽ എന്തായാലും അതുപോലെ അങ്ങനെ കേടുവരില്ല. ഏറ്റവും അറ്റം പോയി കഴിഞ്ഞാൽ തട്ടി ഉടയണം, അങ്ങനെയല്ല ചെയ്യുക. അപ്പോൾ അത് വിചാരിച്ചു ഓക്കെ മൺചട്ടി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുമപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വൈറ്റും ബ്ലാക്കും ആയിരുന്നു എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്, ഒരു ഫ്രാൻസിസ് ഡോക്ടർ. ആളുടെ വീട്ടിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പോയി തുടങ്ങി. ഇങ്ങനെ ENT ആണ്, ENT അല്ല, നമ്മൾ പനി വന്നാലൊക്കെ ആളുടെ വീട്ടിൽ പോകും. ആളുടെ വീട്ടിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആളുടെ വീട്ടിൽ ഓർക്കിഡുകളും ബോഗൻവില്ലാസും. പക്ഷെ ഓർക്കിഡുകളൊക്കെ ഉണ്ടല്ലോ ആൾ വെച്ചിരിക്കണം ഫുൾ ചുമന്ന ചട്ടിയിലാണ്. അതും ഈ മൺചട്ടിയിലൊന്നല്ല ആൾ വെച്ചിരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ്, പക്ഷെ ചുമന്ന പെയിൻ്റ് അടിച്ചിട്ട്. ആളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോണ്ടല്ലോ നമുക്കത് നോക്കാണ്ട് പോകാനും പറ്റില്ല. ഇപ്പം അകത്ത് കയറിപ്പോൾ നമ്മൾ വയ്യാണ്ട് പോകില്ല, അപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ഏരിയയും ആ ഫ്രണ്ടിലൊക്കെ നിറയെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓർക്കിഡും ഫുൾ പൂക്കളുള്ള ചെടികളാണ്. ഓർക്കിഡൊക്കെ എന്താ ഭംഗിയെന്നറിയോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വിളിക്കല്ലേ എന്ന്. കാരണം അത്രയും രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്, അത്രയും നല്ല എനർജറ്റിക് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. അത് കാണാനും ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, വീഡിയോ ഒക്കെ ചിലപ്പോൾ ചോദിക്കാണ്ടാണ് എടുക്കാറ്. വീഡിയോ ഒന്നും ചോദിക്കാണ്ടൊന്നും എടുക്കാൻ പാടില്ല, പക്ഷേ എന്താ ചെയ്യാം. പിന്നെ തൊടരുത് എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ചെയ്യാറില്ല. പക്ഷേ പരമാവധി ഞാൻ 2-3 പ്രാവശ്യം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഷോർട്ട് വീഡിയോസ്. അപ്പോൾ അവരുടെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച വീടാണ്. അവിടെ ഇങ്ങനെ ചുമന്ന ചട്ടിയിൽ ഇങ്ങനെ ഓർക്കിഡും ഒക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഞാൻ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ഒരുപടി, അതായത് ഈ വൈറ്റും ബ്ലാക്കും ആണല്ലോ നമ്മുടെ വീടിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ നിന്നൊരു ഇത് കിട്ടാനായിട്ട് എന്താ പറയുക, ആ വേർഡ് എനിക്ക് കിട്ടില്ല കേട്ടോ, ഒരു ഇംഗ്ലീഷ് വേർഡ് അത് പോയി. അപ്പോൾ ആ ഒരു ചുമപ്പ് ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ ആ ഓർക്കിഡ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കണ്ണ് പെട്ടെന്ന് എടുത്ത് കാണിക്കും ആ ഒരു ചുമന്ന ചട്ടി. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇതും വിചാരിച്ചത്, ആന്തൂറിയും നമ്മൾ ചുമന്ന ചട്ടിയിൽ വെക്കാം എന്ന് വിചാരിച്ചു. 2 കാര്യമുണ്ട്, തണവ് കിട്ടാനും പിന്നെ ചട്ടികൾ ഞാൻ ഇനി വാങ്ങിക്കണത് മൊത്തം മൺചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. മൺചട്ടി 85 രൂപയാണ് കേട്ടോ. അവരെനിക്ക് അച്ചൂസ് ഗാർഡനിൽ നിന്നാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കണത്. അവരെനിക്ക് 80 രൂപയ്ക്ക് തന്നിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 70 രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ. എന്തായാലും അങ്ങനെ വാങ്ങിച്ചു. ഇനി ഒരു മെയിൻ പണി എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 പണിയാണ്, കുറച്ച് മെനക്കെട്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാം, മടി. സത്യത്തിൽ ഇത് മുന്നേ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനി നമ്മൾ നനയ്ക്കും, കാരണം ഇതിനെപ്പോഴും നനയാണല്ലോ. അപ്പോൾ ഇതിൽ ശരിക്കും നല്ല പായലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈ മൺചട്ടിയുമ. അപ്പോൾ പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതാണ്, ഇതെല്ലാതും ചുരണ്ടി കളഞ്ഞ് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് കളഞ്ഞ് മിനുസാക്കിയതിന് ശേഷം ഈ ചെളിയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കാൻ. ഇപ്പോഴേ അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പെയിൻ്റ് അടി അവിടെ പെൻഡിങ് ആക്കി വെച്ചിരിക്കാനാണ്. പിന്നെ എപ്പോഴെങ്കിലും സാവധാനം പോലെ, ഇനിയിപ്പോൾ ക്രിസ്മസ് ആയി, ഞങ്ങളുടെ ഇവിടെ പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകൾ, പിന്നെ ഓഫീസിലെ കുറച്ച്, അതായത് ഈ വർഷത്തെ കുറച്ച് തീർക്കാനുള്ള കുറച്ച് പെൻഡിങ് അങ്ങനെ അടിച്ചടിച്ച് തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് ആകെ തിരക്കാവും. അപ്പം ഇപ്പം അടുത്തൊന്നും 1 മാസം കൊണ്ടൊന്നും നടക്കണ കാര്യങ്ങളൊന്നും. അപ്പം എന്തായാലും നമ്മുടെ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടുല്ലോ ചകിരിച്ചോറും, ചകിരിച്ചോറല്ല ചകിരിയുടെ പീസും കരിയും പൊട്ടി മിക്സും ഒക്കെ ഇട്ടിട്ടാണ്. ഇത് ഭയങ്കര ഈസിയാണ്, വെറുതെ മണ്ണിലും നമുക്ക് ആന്തൂറിയ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ.
അപ്പോൾ കത്തി വെച്ച് സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.